കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? കുറേ ദിവസങ്ങളായി നമ്മൾ കഥ പറഞ്ഞിട്ട് അല്ലേ? നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? ഇന്ന് ആരുടെ കഥയാണെന്നോ? ഒരു പാല് വിൽക്കുന്ന ആളുടെ കഥ. അപ്പോൾ കഥയിലേക്ക് പോയാലോ? ദൂരെ ദൂരെ ഒരു ഗ്രാമത്തിൽ അമ്പു എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാളും അയാളുടെ അമ്മയും കൂടി കുറേ പശുക്കളെ വളർത്തുന്നുണ്ടായിരുന്നു. ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാൽ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു അമ്പുവും അവൻ്റെ അമ്മയും ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ എല്ലാ ദിവസത്തെയും പോലെ അമ്പു അന്ന് രാവിലെയും തൻ്റെ പശുക്കളിൽ നിന്ന് കിട്ടിയ പാലുമായി ചന്തയിലേക്ക് യാത്രയായി. അന്നവൻ പോകുന്ന വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും നാളും ഈ പാലിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് പശുക്കളെ മേടിച്ച കടവും വീട്ടിലെ കാര്യങ്ങളും മാത്രമായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് ഒതുങ്ങി. ഇനി കിട്ടുന്ന ഈ മണി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചന തുടങ്ങി. അങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് അവിടെ ഒരു കോഴി നടക്കുന്നത് കാണുന്നത്. അപ്പോൾ അവൻ ചിന്തിച്ചു, ഈ പാൽ കച്ചവടം കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ച് കോഴികളെ വാങ്ങണം. എന്നിട്ടോ അവയിൽ നിന്ന് കിട്ടുന്ന മുട്ടകൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് കുറേ കോഴികളെ കൂടി വാങ്ങണം. എന്നിട്ടോ അവയിൽ നിന്ന് കുറേ മുട്ടകൾ കിട്ടും. പിന്നെ അത് വിരിയിച്ച് കുറേ കോഴികളും ഒരുപാട് മുട്ടകളുമാകും. അങ്ങനെ ചിന്തിച്ച് നടക്കുന്നതിനിടയിൽ അവൻ അറിയാതെ ഒരു കല്ലിൽ തട്ടി മുന്നോട്ട് മൂക്കും കുത്തി വീണപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അവൻ്റെ കയ്യിലിരുന്ന ആ വലിയ പാൽപാത്രത്തിലെ പാലെല്ലാം നിലത്ത് തൂവിപ്പോയി. അവൻ ആകെ വിഷമിച്ചു. താൻ കാണിച്ച മണ്ടത്തരം ഓർത്ത് അവൻ തലയ്ക്ക് കൈവച്ച് അവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ടോ ഒഴിഞ്ഞ പാൽപാത്രവുമായി അവൻ അവൻ്റെ ആവേശമെല്ലാം കുറച്ച് ആകെ വിഷമിച്ച് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നിട്ടോ അമ്മയുടെ അടുത്ത് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്പുവിൻ്റെ അമ്മ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? സാരമില്ല, കുറച്ച് പാല് മാത്രമല്ലേ പോയുള്ളൂ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്. അപ്പോഴാണ് അമ്പു തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയുമൊക്കെ നീ ഈ സമയം കൊണ്ട് ചിന്തിച്ചു കൂട്ടിയോ? കുഞ്ഞേ, ഒരിക്കലും നമ്മുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തിനെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അതായത് കയ്യിലുള്ള മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മൾ അവയെ ആശ്രയിക്കാൻ പോകരുത്. നമ്മൾ കിനാവ് കണ്ടു നടന്നാൽ നടക്കുക മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കുക കൂടി വേണം. നമ്മുടെ കയ്യിലുള്ളതിനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുക എന്ന് മകന് പറഞ്ഞു കൊടുത്തു. ശരിയല്ലേ കൂട്ടുകാരെ? ഉറപ്പായും നടക്കുമെന്നുള്ള ഒരു കാര്യത്തെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കൂ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ അമ്പുവിൻ്റെ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.